ഹലോ വെൽക്കം ബാക്ക് ടു അർഷു വ്ളോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. നമ്മൾ ഇന്നത് എവിടെയാണെന്ന് വെച്ചാൽ മദീന മാളിൽ വന്നേക്കാണ്. വേറെ ഒന്നിനുമല്ല, കുട്ടികളെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും വീട്ടിനുള്ളിലും പിന്നെ സ്കൂളും ഒക്കെ ആയിട്ടങ്ങ് പോവുമല്ലേ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫണ്ണ് വേണ്ടേ. അങ്ങനെ നമ്മൾ സോഫ്റ്റ് പ്ലേ ഏരിയയിലാണെന്ന് വന്നേക്കുന്നത്. ഇതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ റൈഡ്സിലൊക്കെ കയറിയിട്ടുള്ളത്. ഇന്ന് റൈഡ്സിലൊന്നും കയറുന്നില്ല, ഈ കാണുന്ന സോഫ്റ്റ് പ്ലേയിലാണ് കയറുന്നത്. 2 പേരെയും കയറ്റുന്നുണ്ട്. ഒരാൾക്ക് 45 ദിർഹംസ് വെച്ചിട്ടാണ്. ടൈം അൺലിമിറ്റഡ് ആണ്. പക്ഷെ ഞങ്ങളിവിടെ എത്തിയത് 10 മണിക്കാണ്. 11:45 ഇവിടെ ക്ലോസ് ആവും. അപ്പം നമുക്ക് അത്രയും ടൈമാണ് കളിക്കാൻ കിട്ടുന്നത്. അപ്പം നമുക്ക് എന്താണെന്നൊക്കെ നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ അടിപൊളിയാണോ വെർത്താണോ എങ്ങനെയൊക്കെ ഉണ്ട് എന്നൊന്ന് നോക്കാം. പിന്നെ സോഫ്റ്റ് പ്ലേ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് സോക്സ് ഇട്ടിട്ടാണ് കയറേണ്ടത്. അച്ചുവിട്ടും സോക്സ് ഇട്ടുകൊണ്ടാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ദിച്ചുവിന് നമുക്ക് സോക്സ് അവിടെ നിന്ന് മേടിക്കേണ്ടി വന്നു. അതേപോലെ നമുക്ക് ഒരു കുട്ടിയുടെ കൂടെ ഒരു പേരൻറ്റ് എന്ന നിലയ്ക്ക് കയറാം. എനിക്കും ഒരു സോക്സ് അവിടെ നിന്ന് മേടിച്ചിട്ട് ഞാനും ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പം മരുടെ കുത്തി മറിയക്കവും ഒക്കെയാണ് ഈ കാണുന്നത്. അവർ നല്ല ഹാപ്പിയാണ്. അവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും ഒക്കെ വേണമല്ലോ. അവരും എപ്പോഴും വീടിനകത്ത് തന്നെ ഇരിക്കുകയല്ലേ. പിള്ളേരുമായിട്ടൊക്കെ ഒന്ന് ഇടവിട്ട് നമുക്കെന്തായാലും വെളിയിലത്തെ പാർക്കിലൊന്നും പോകാൻ പറ്റില്ല. കാരണം കാലാവസ്ഥ ഇനിയും തണുപ്പാവാൻ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലുള്ള പാർക്കുകളിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റും. അപ്പം എന്നും ഒരേപോലെ ഇങ്ങനെ ഫ്ലാറ്റിൽ തന്നെ കഴിയല്ലേ. അപ്പോൾ അവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു എൻജോയ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ വേണമല്ലോ. കുട്ടികളായിട്ടൊന്ന് ഇടപെടുകയൊക്കെ വേണമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. എന്തായാലും അവർ രണ്ടുപേരും നല്ല പോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. അങ്ങനെ അവിടുത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞു. രണ്ടുപേരും നല്ല അടിച്ച് പൊളിച്ചു. അങ്ങനെ ക്ഷീണിച്ചത് 11:45 ഇപ്പം ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. എന്തായാലും ഫുഡ് കോർട്ടൊന്നും അടച്ചിട്ടില്ല. 1 മണി വരെ ഫുഡ് കോർട്ടുണ്ട്. അങ്ങനെ ചേട്ടനും അച്ഛനും കൂടെ ഫുഡൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് പോയേക്കാണ്. അങ്ങനെ നമ്മുടെ ഫുഡ് എത്തി. ഒരുത്തരം നല്ല വിശപ്പായി അതിൻ്റെ എക്സ്പ്രഷനുകളാണ് ഈ കാണിക്കുന്നത്. ഇനി എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ മതിയെന്നാ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാവേ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയേക്കാണ്. 1 മണി ആയിട്ടുണ്ട് ഏകദേശം. ഇനി ചേട്ടൻ പാർക്കിങ് വിട്ടിട്ട് എപ്പോൾ വരുമെന്ന് ആർക്കറിയാം. എന്തായാലും ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. നല്ല ഉറക്കം വരുന്നുണ്ട്. വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഏതെങ്കിലും അമ്മമാരോ അച്ഛന്മാരോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളെ ഈ സ്ഥലത്ത് കൊണ്ടുപോകണം. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പം എല്ലാവർക്കും ബായ്.